പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ 4 വയസ്സുകാരനെ കഴുത്ത് ഞെരിച്ചു കൊന്ന കേസിൽ പിതൃ സഹോദരന്റെ ഭാര്യ അറസ്റ്റിൽ. വണ്ണാമട തുളസിനഗർ സ്വദേശി ദീപ്തി ദാസാണ് അറസ്റ്റിലായത്. കൊലപാതകത്തിന് ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രതി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നന്ദഗോപാലുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദഗോപാൽ, അന്ന് ഈ മരണവാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഇവർക്കൊരു മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണ് ഇവരെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. നിലവിൽ എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ ഇവർക്കെതിരെ ഉണ്ടായിരിക്കുന്നത്? ജിൽസി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ ആരുമില്ലാത്തിരുന്ന സമയത്ത് ഈ ദീപ്തിദാസിന്റെ മകളും ഈ ഒരു ഋത്വിക്കും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഈ സമയത്താണ് ഈ ഒരു കൊലപാതകം ദീപ്തിദാസ് നടത്തിയത്. അതിനുശേഷം ഇവരും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. പിന്നാലെ മാനസിക അസ്വാസ്ഥ്യങ്ങളുള്ള ഒരാളാണ് ദീപ്തിദാസ് എന്നും വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ പോലീസ് ഇതൊന്നും തന്നെ മുഖവിലയ്ക്കെടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ചോദ്യം ചെയ്യലൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ദീപ്തിദാസ ഇതിനോടൊന്നും സഹകരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിലും മറ്റ് മൊഴികളുടെ അടിസ്ഥാനത്തിലും പ്രതി ദീപ്തിദാസ് തന്നെയാണെന്നുള്ളൊരു കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ചോദ്യം ചെയ്യലിനോടൊന്നും തന്നെ ഇവർ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്.